ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസൺ ആരംഭിക്കാൻ ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. സെപ്റ്റംബർ 13 ഒരു ക്ലാസിക് പോരാട്ടത്തോടു കൂടിയാണ് പുതിയ സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിക്കുന്നത്. സെപ്റ്റംബർ 13 നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ സിറ്റി നേരിടുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം വരുന്നത് സെപ്റ്റംബർ 15 കൊച്ചിയിലാണ്. അതും എതിരാളികളായി വരുന്നത് കഴിഞ്ഞ സീസണിൽ ISL വന്ന ഐ ലീഗ് ചാമ്പ്യന്മാരായി ISL എത്തിയ പഞ്ചാബ് FC ആണ്. കഴിഞ്ഞ സീസണിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ടീമാണ് പഞ്ചാബ് FC. എന്തായാലും കൊച്ചിയിൽ ആദ്യ മത്സരം തന്നെ തീപ്പാറും പോരാട്ടമായിരിക്കും. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്നും ആരാധകരൊക്കെ ഇത്തവണയും മികച്ച പ്രകടനങ്ങൾ പ്രതീക്ഷിക്കുന്നു. ട്രോഫി തന്നെയാണ് ലക്ഷ്യം. ഇത് തന്നെയാണ് ഇഷാൻ പണ്ഡിതയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരക്കാരൻ പറയുന്നത്. ഇത്തവണത്തെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്നും കൂടുതൽ മികച്ച പ്രകടനങ്ങൾ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ സീസൺ വിചാരിച്ച പോലെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. നിലവിൽ കൂടുതൽ യുവതാരങ്ങളും സീനിയർ താരങ്ങളും അടങ്ങുന്ന ഒരു മികച്ച ടീം തന്നെ, ഒരു മികച്ച സ്ക്വാഡ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട്. പുതിയൊരു കോച്ചുമുണ്ട്. എന്തായാലും ഇത്തവണ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും കൂടുതൽ മികച്ച പ്രകടനം തന്നെ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതാണ് ഇഷാൻ പണ്ഡിത പറയുന്നത്. ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ്, ഒരു ട്രോഫി നേടുക എന്നതാണ്. കഴിഞ്ഞ 3 സീസണിലും പ്ലേ ഓഫിൽ എത്തിയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. സെമി ഫൈനൽ പോരാട്ടത്തിൽ കഴിഞ്ഞ 2 സീസണിലും സെമി ഫൈനൽ പോരാട്ടം കാണാതെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായത്. 2021-22 സീസണിൽ ഹൈദരാബാദ് FCയോടാണ് പരാജയപ്പെട്ടത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഗോവയിൽ വെച്ച് നടന്ന ഫൈനൽ പോരാട്ടത്തിൽ. ഇവാൻ മുക്കമനോവിച്ചിന്റെ കീഴിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ച ടീമുകളിൽ ഒന്ന് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇത്തവണയും ആദ്യ 4-ൽ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം സെപ്റ്റംബർ 15 കൊച്ചിയിലാണ്. പഞ്ചാബ് FCക്കെതിരെ തിരുവോണ നാളിൽ ഒരു ആവേശകരമായ പോരാട്ടമായിരിക്കും.